ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ലൊക്കേഷനിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് 100 ലിങ്സിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമുമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയ്ക്ക് അടുത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിക്കരയിൽ നിന്നും ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ വീട് വരുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരവും, തൃപ്പൂണിത്തുറയിലേക്ക് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തേക്ക് 14 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ ദൂരവും, സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരവും, കിഴക്കമ്പലം ടൗണിലേക്ക് 2-2.5 കിലോമീറ്റർ മാത്രം ദൂരവും, പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഒരു 3-3.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. 5 സെൻറ്റ് 100 ലിങ്സിൽ നിർമ്മിച്ച ഈ വീട് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ വീടിൻ്റെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. കടുപ്പകല്ലുകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി കിണർ അവൈലബിൾ ആണ്. വെൽ വാട്ടറും KW കണക്ഷനുമാണ് ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരമാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു പാടിയിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. ഈ ഡോറ് ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV വയ്ക്കാനുള്ള TV യൂണിറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ ഒരു വുഡൻ തീമിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് എല്ലാം അവൈലബിൾ ആണ്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മാറ്റ് പാറ്റേണുകളാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് ടൈൽസുകൾ നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. കബോർഡ് വർക്കുകൾ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ നിർമ്മിച്ച് നൽകാവുന്നതാണ്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ്, ലപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു TV ഏരിയ എല്ലാം നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നു.
ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12, 13, 12, 14 ഒരു അളവിലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഏതാണ്ട് 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. പ്ലാന്റുകളെല്ലാം വയ്ക്കുക, പ്രത്യേക ഏരിയ എല്ലാം ഒരുക്കി തന്നെയാണ് ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണി കൂടാതെ ഒരു ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ബെഡ്റൂം കൂടി എടുക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കായാലും പെരുമ്പാവൂർ ആലുവ സൈഡിലേക്കായാലും കിഴക്കമ്പലം പള്ളിക്കര കാക്കനാട് പാലാരിവട്ട എടപ്പള്ളി ഏതൊരു ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ലഭിക്കുന്ന, അതും ലാൻഡ് കൂടുതൽ 5 സെൻറ്റിൽ കൂടുതൽ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ലഭിക്കുന്ന ഈ ഒരു വീട് മാത്രമാണ് ഈ ഏരിയയിലുള്ളൂ. ഇനി ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഇതിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അത് ഉപകാരപ്രദമാകും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.